കഴിഞ്ഞ 5 വർഷക്കാലത്തെ ചരിത്രം നിങ്ങൾ മാത്രം എടുത്ത് നോക്കിയാൽ സർക്കാർ നടത്തുന്ന പരീക്ഷകളുടെ വിശ്വാസ്യത പരിപൂർണമായി നഷ്ടപ്പെട്ടൊരു കാലമായിരുന്നത്. ചോദ്യപേപ്പർ ലീക്കേജ് നിത്യസംഭവമായി മാറാണ്. അത് വെറും നീറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമിനേഷനുകൾക്ക് മാത്രമല്ല, ജോലിക്ക് വേണ്ടിയിട്ടുള്ള അഭിമുഖങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷനുകൾ UPSC പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നതിൽ പോലും ആക്ഷേപങ്ങൾ നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ പ്രശ്നമായി നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പരീക്ഷകളുടെ വിശ്വാസ്യത നിലനിർത്താൻ കഴിയാത്ത ഒരു ഗവൺമെന്റ്, ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട് നെറ്റ് പരീക്ഷ UGC നെറ്റിന്റെ പരീക്ഷയിലുണ്ടായിട്ടില്ല. അപ്പോൾ പരീക്ഷ ക്യാൻസൽ ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഇപ്പോൾ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അതിനുവേണ്ടി എടുക്കുന്ന നീറ്റ് പരീക്ഷയിലൊക്കെ വന്നിരിക്കുന്ന വെബിൽ 6 ലക്ഷം രൂപക്കൊക്കെ വിറ്റ കഥയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും സാങ്ക്ടിറ്റിയുള്ളെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ എത്രയോ 10,000-കണക്കിന് കുട്ടികൾ അവരുടെ രക്ഷകർത്താക്കൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് പാടുപെട്ട് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പാസ്സാകാൻ നിൽക്കുമ്പോൾ കൈക്കൂലി കൊടുത്ത് 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ കൊടുത്ത് ചോദ്യപേപ്പർ സംഘടിപ്പിക്കുന്ന സ്ഥിതി. അതിന് മന്ത്രിയുടെ മറുപടി കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ 5 വർഷവും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കൈകാര്യം ചെയ്ത ആളാണ്. ഇതിന് ധാർമ്മികമായ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിൽ പൂർണ്ണമായി നിക്ഷിപ്തമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വാർത്തയുണ്ട്, യോഗ തിരക്കായതുകൊണ്ട് യോഗയിൽ നിന്നും അദ്ദേഹം മാറി നിന്നിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത കേട്ടു. എനിക്ക് സത്യത്തിൽ ചിരിയാണ് തോന്നിയത്. ഞാൻ HRDയുടെ ഹ്യൂമൻ റിസോഴ്സ് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാർലമെന്റ് മെമ്പറായിരുന്നു, രാജ്യസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ. ആ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാൻ മിനിസ്റ്ററാണ്, എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. എല്ലാ പാർലമെന്റ് സമ്മേളനം കൂടുമ്പോഴും പാർലമെന്റ് സമ്മേളനം ഇല്ലാത്തപ്പോഴും മിനിമം ഒരു വർഷം 7 പ്രാവശ്യം കൂടേണ്ട കമ്മിറ്റി 4 വർഷമായിട്ട് 20-22 4 പ്രാവശ്യം കൂടേണ്ട കമ്മിറ്റി കൂടിയത് ആകെ ഒരു തവണയാണ്. അദ്ദേഹം പറഞ്ഞ എക്സ്ക്യൂസ് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം കൂടിയുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പാർലമെന്റിന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി കൂടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറയാം, താങ്കൾ അറിയാമല്ലോ, താങ്കൾ രാഷ്ട്രീയ നേതാവാണല്ലോ, എനിക്ക് ഒരുപാട് ജോലി പാർട്ടി തന്നിട്ടുണ്ട്, അപ്പോൾ എനിക്കിങ്ങനെ വിളിക്കാനൊന്നും പറ്റുന്നില്ല. ഇന്ന് അദ്ദേഹം, ഞാൻ ഇത് പറയാൻ കാരണം ഇന്ന് അദ്ദേഹം യോഗയ്ക്ക് വരാൻ പറ്റുന്നില്ല, ഒരുപാട് ജോലി തിരക്കുകളുണ്ട്, ഞാൻ യോഗയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം പറയുമ്പോൾ അതിന്റെ ഒരു ഇരട്ടത്താപ്പ്, അപഹാസ്യത വിളിച്ചതുകൊണ്ടാണ്. ഈ 5 വർഷക്കാലം ഇതുപോലെ ഒരു മനസ്സദ്ദേഹം കാണിച്ചിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. CCTV ക്യാമറകൾ വെക്കേണ്ടത് അതുണ്ടാകാറില്ല പരീക്ഷകൾക്ക്. ചോദ്യപേപ്പർ സ്റ്റോറേജ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ ആവശ്യമായ സുരക്ഷ ഉണ്ടാകാറുണ്ടായിരുന്നില്ല. ഇതൊക്കെ പലപ്പോഴായിട്ട് മാധ്യമങ്ങളിലൂടെ പരാതികളിലൂടെ രംഗത്ത് വന്നിട്ടും ഒരക്ഷരം ഒന്നും ചലിക്കാത്ത മന്ത്രി ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ എല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? ഇതിന് ഞങ്ങൾ കണക്ക് പറഞ്ഞ് മന്ത്രിയെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും ലോക്സഭയ്ക്കകത്ത്. പാർലമെന്റ് സമ്മേളനം തുടങ്ങാൻ പോവാണ്. ഈ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം, അതിനകത്ത് സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ച, കൃത്യവിലോപം എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഇടനിലക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം ക്രമക്കേടുകൾ നടത്തിയവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അണിയറ നീക്കങ്ങൾക്ക് സർക്കാരിനും കൂടി പങ്കുണ്ടോ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷയുടെ സംഭവിച്ച കാര്യങ്ങളെ ആവർത്തിക്കാതിരിക്കാനുള്ള പെർഫെക്റ്റ് മെക്കാനിസം ഉണ്ടാകുന്നത് വരെ സംഭവിച്ച കാര്യങ്ങൾക്കുള്ള മോറൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുപ്പിക്കാനുള്ള കൃത്യമായ കർശനമായ അന്വേഷണ പരിധി ഉണ്ടാകുന്നവരെ ഞങ്ങൾ സമരപരിപാടിയുമായി മുന്നോട്ട് പോകും. ഇന്നലെ ഞങ്ങൾ രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രക്ഷോഭത്തിലായിരുന്നു. എല്ലായിടത്തും, ദില്ലിയിലും സംസ്ഥാനങ്ങളിലും 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അപ്പോൾ അത് ഇനി സഭയ്ക്കകത്തും പുറത്തും കൂടും. ഇത് വരുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഡൽഹിയിൽ ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് സമരരംഗത്തേക്കാണ്. ഇതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ നിശബ്ദത വെടിയണം. പ്രൈം മിനിസ്റ്റർ ഇതുവരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള കോടിക്കണക്കിന് ആളെ ആശ്രയിക്കുന്ന ഒരു വലിയ പരീക്ഷയിലുണ്ടായിട്ടുള്ള ഈ വലിയ തിരിമറിയിൽ, മന്ത്രി തന്നെ പറയുന്ന തിരിമറി നടന്നിട്ടുണ്ടെന്ന്, അതിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് കുറ്റബോധം കൊണ്ടാണോ അല്ല ഇതത്ര വലിയ സീരിയസ് ഇഷ്യൂ അല്ല എന്നുള്ളത് അദ്ദേഹം കണ്ടിട്ടാണോ? ഞങ്ങൾ മറുപടി ആഗ്രഹിക്കുന്നുണ്ട്.